ഹായ്, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് HODയും ഡിജിറ്റൽ മാർക്കറ്ററും ആയ മരിയ എൽദോസ് ആണ്. മാം, ആദിയിൽ AI ഇന്റഗ്രേറ്റഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലേ പഠിപ്പിക്കുന്നത്? അതെ. അപ്പൊ എന്താണ് ഈ AI ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് കോഴ്സ് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ AI ഇന്റഗ്രേറ്റഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ AI എന്ന് പറഞ്ഞ ഒരു സെപ്പറേറ്റ് കോഴ്സ് തന്നെ ഉണ്ട്. അതായത് AI വരുന്നത് ഈ പറഞ്ഞ പോലെ മെഷീൻ ലേണിംഗ്, ഡീപ്പ് ലേണിംഗ്, അങ്ങനെ എന്താ പറയുക ഒരു സെപ്പറേറ്റ് സംഭവം തന്നെയാണ്. പക്ഷേ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലോട്ട് വരുമ്പോൾ ഈ ഒരു സംഭവം കംപ്ലീറ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റുഡൻസ് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. AI ഇന്റഗ്രേറ്റഡോട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ AI ടൂൾസ്, അതായത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് നമ്മുടെ വർക്ക് ഹെൽപ്പ് ചെയ്യാൻ പാകത്തിനുള്ള ടൂൾസ് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള കോഴ്സ്. നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ പല ടോപ്പിക്സ് വരുന്നുണ്ട്. ഇതിൻ്റെ ഒക്കെ പണ്ട് ഹാർഡ് വർക്ക് ആയിരുന്നു, ഇപ്പോൾ സ്മാർട്ട് വർക്കായി മാറിയ പോലെ നമ്മുടെ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പല പ്രോഗ്രാംസും നമ്മൾ ഒന്നുകൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് AI ടൂൾസ് യൂസ് ചെയ്തിട്ട് മാർക്കറ്റിംഗ് ചെയ്യുവാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ AI ഇന്റഗ്രേറ്റഡ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യലൈസ് ചെയ്തിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അതെന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുന്ന പോലെ റോബോട്ടിക്സോ അല്ലെങ്കിൽ അങ്ങനെ ഒരു AI സെക്ഷൻ അല്ല വരുന്നത്. മെയിനായിട്ട് AI ടൂൾസ് ആണ് വരുന്നത്. അതിപ്പോൾ കണ്ടന്റ് റൈറ്റിങ്ങിനാണെങ്കിലും ബ്ലോഗ് ക്രിയേഷനാണെങ്കിലും അങ്ങനെ നമ്മുടെ സോഷ്യൽ മീഡിയാസിന് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ, ആഡ് കോപ്പീസിനൊക്കെ വേണ്ടിയിട്ടുള്ള AI ടൂൾസ്, അതായത് സ്റ്റുഡൻസിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള AI ടൂൾസ് ആണ് നമ്മൾ ഈ കോഴ്സിലൂടെ AI ഇന്റഗ്രേറ്റഡ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. ഇപ്പൊ പലതരത്തിലുള്ള കോഴ്സസ്, അഡ്വാൻസ്ഡ് കോഴ്സ്, മാർക്കറ്റിംഗ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഗ്രോത്ത് ഹാക്കിങ്, അതുപോലത്തെ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആദിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇത് രണ്ടിനും തമ്മിലുള്ളൊരു വ്യത്യാസം? ഞാനും ഒരുപാട് കേട്ടിട്ടുണ്ട് ഇങ്ങനെ കുറെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ. ഇപ്പൊ അതായത് ഈ മാർക്കറ്റിംഗ് കോഴ്സ് തന്നെ പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇപ്പൊ ഗ്രോത്ത് ഹാക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സ് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ന്യൂറോ മാർക്കറ്റിംഗ്, അഡ്വാൻസ് ഡിപ്ലോമ കോഴ്സ്, ഇങ്ങനെ കുറേ പറയുന്നുണ്ട്. ബേസിക്കലി എല്ലാം സെയിം തന്നെയാണ്. അതായത് ഓൾമോസ്റ്റ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ ബേസ് കോഴ്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതാണ് ബേസ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഓരോരുത്തർക്കും മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇപ്പം എല്ലാവരും ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ മാത്രം മാർക്കറ്റ് ചെയ്യുമ്പോൾ സ്റ്റുഡൻസിന് കൺഫ്യൂഷൻ, ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകണം, ഏത് അക്കാദമിയിൽ പോകണം, ആ ഒരു സംഭവം വരുമല്ലോ. സോ അങ്ങനെ വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് അവർ അവരുടേതായ രീതിയിൽ പല പേരിൽ എന്താ പറയുക പ്രൊമോഷൻ ആക്ടിവിറ്റീസിന് വേണ്ടി അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് ചെയ്യുന്നു. തമ്മിലൊരു വ്യത്യാസമില്ലെന്നാണ് പറയുന്നത്. വ്യത്യാസത്തിന്റെ അല്ല, ആക്ച്വലി ഈ പറഞ്ഞ സെഗ്മെന്റ്സിൽ ഇപ്പൊ ന്യൂറോ മാർക്കറ്റിംഗ് അത് കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ്. ഒരു ചെറിയ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. എല്ലാവരും മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് പല പേരുകൾ പറയുന്നു. ബേസിക്കലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് അത്രയാണ്. അപ്പോ പറയുന്ന പോലെ കുറെ പ്രൊമോഷൻ വർക്ക്സിന് വേണ്ടിയിട്ട് ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സിന്റെ ക്ലാസ്സസ് അല്ലെങ്കിൽ ഒരു ഫാക്കൽറ്റീസ് അത്ര എക്സ്പേർട്ട് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും. അപ്പോൾ അതിൽ സംബന്ധിച്ചിടത്തോളം ഒരു പഠിച്ചിറങ്ങിയ ഒരു സ്റ്റുഡൻ്റ് എന്ന രീതിക്ക് ടീച്ചിങ്ങിലേക്ക് പോകുമ്പോൾ ഒരു എക്സ്പേർട്ടിന്റെ ക്ലാസ്സും തമ്മിൽ ഈ ഒരു സ്റ്റുഡന്റിന്റെ ക്ലാസ്സും തമ്മിൽ എന്തായിരിക്കും ഒരു വ്യത്യാസം? നല്ല ഡിഫറൻസ് ഉണ്ട്. അതായത് പല മാർക്കറ്റ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സ് എന്നുള്ള രീതിയിലായിരിക്കും മാർക്കറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് മെന്റേഴ്സ്. രണ്ടും ഡിഫറെൻ്റ് ആണ്. അതായത് ഒരു കുട്ടി ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് പഠിച്ചിറങ്ങി ആ കുട്ടി പഠിപ്പിക്കാൻ കയറുവാണ്. ആ കുട്ടി ഒരു 2-3 വർഷം പഠിപ്പിച്ച ആള് എക്സ്പീരിയൻസ്ഡ് മെന്റർ ആയി. പക്ഷേ ആൾക്ക് ഇൻഡസ്ട്രിയൽ നോളജ് ഇല്ല. അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ വരുന്ന കുറേ ഇഷ്യൂസ്, സംഭവങ്ങളൊക്കെ ഉണ്ട്. പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടിക്ക് അത് അറിയാൻ പാടില്ല. ആ കുട്ടിയുടെ മെന്റർ എന്താണോ പഠിപ്പിച്ചേക്കുന്നത് ആ ഒരു ടോപ്പിക്കാണ് ആ കുട്ടി അടുത്ത ഒരു സ്റ്റുഡൻറ്റിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ എക്സ്പീരിയൻസ്ഡ് ടീച്ചേഴ്സ് എന്ന് പറയുന്നാൽ അവിടെ കാര്യമില്ല. നമ്മളിപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ എന്താ പറയുക കോഴ്സ് പഠിക്കുമ്പോൾ എപ്പോഴും ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സ് ആയിട്ടുള്ളവരുടെ അടുത്തുനിന്ന് പഠിക്കുക. അതായത് ഏജൻസി എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇപ്പോൾ ഫ്രീലാൻസ് വർക്ക്സ് ആവാം, പക്ഷെ എപ്പോഴും അവർക്ക് ഇൻഡസ്ട്രിയൽ നോളജ് വേണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലെ ക്യാമ്പയിൻസ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്പ് ആയിരിക്കും പറഞ്ഞു കൊടുക്കുന്നത്. ഒരു ക്ലാസ്സിൽ വെച്ചിട്ട് സ്റ്റെപ്പ് ആയിരിക്കും പറഞ്ഞു കൊടുക്കുന്നത്, എങ്ങനെ തന്നെ ചെയ്യാം ആ ഒരു സ്റ്റെപ്സ്. ഇൻഡസ്ട്രിയൽ എക്സ്പേർട്ട് അല്ലാത്ത ഒരാൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇതൊക്കെയാണ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതേസമയം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്ത ഒരാളാകുമ്പോൾ ഏതൊക്കെ ക്യാമ്പയിൻ, ഏതൊക്കെ പർപ്പസിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, ഈ സംഭവം പബ്ലിഷ് ആയി കഴിഞ്ഞാൽ ചില സമയത്ത് ആഡ്സ് റിജക്റ്റ് ആയി വരാം. അപ്പോൾ അത് എന്തുകൊണ്ട് റിജക്റ്റ് ആവും, എങ്ങനെ അതിനെ ഫേസ് ചെയ്യാം, അതായത് ഈ ഒരു പർട്ടിക്കുലർ സ്റ്റെപ്പ് കഴിഞ്ഞ് സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് ഉൾപ്പെടെ പറഞ്ഞ് അവർ ആ രീതിയിലാണ് മോൾഡ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഒരിക്കലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടി ഡയറക്റ്റ് പഠിപ്പിക്കാൻ കയറി കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടാവില്ല. അവർ ബേസിക്കലി അവരുടെ ടീച്ചർ എന്ന് പറഞ്ഞാൽ ആ സംഭവം തന്നെയാണ് അടുത്ത സ്റ്റുഡൻറ്റിലേക്ക് കൈമാറുന്നത്. അതിൽ കാര്യമില്ല, അവർ ആ ഒരു ബേസിക്കിൽ തന്നെ കിടക്കുവാണ്.
അതേസമയം എപ്പോഴും ഒരു ഇൻഡസ്ട്രിയൽ എക്സ്പേർട്ട് ആണ് പഠിപ്പിക്കുന്നതെങ്കിൽ അവർ ഒന്നോടെ അന്നേരമാണ് ആ കോഴ്സിന് എന്താ പറയുക അഡ്വാൻസ്ഡ് ആയി മാറുന്നത്, ഒന്നോടെ അഡ്വാൻസ്ഡ് ആയിട്ട് അവരെ സ്കിൽസ് വെച്ചിട്ട് പഠിക്കുന്നത്. അതുകൊണ്ടാണ് അപ്പൊ ആദിയിലെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് എന്താണ് ഒരു ഡിഫറൻസ് വരുന്നത് ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിനെ തമ്മിൽ വെച്ച് നോക്കുമ്പോൾ? ആദിയിലെ സ്റ്റുഡൻസിന് എങ്ങനെയാണ് ഒരു ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇപ്പോൾ ഒരുപാട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സസ് പല രീതിയിൽ ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും അവൈലബിൾ ആണ്. സോ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ സ്കോപ്പ് ഒരുപാട് കയറി വരുവാണ്. നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഈ പറഞ്ഞ പോലെ ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സ്, ഇൻഡസ്ട്രിയൽ നോളജ് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മറ്റ് ഏജൻസീസ് അല്ലെങ്കിൽ കമ്പനീസിൽ വർക്ക് ചെയ്തവരെയാണ് നമ്മൾ ഫാക്കൽറ്റീസ് ആയിട്ട് വെച്ചേക്കുന്നത്. സോ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ആ സ്റ്റുഡൻസിന് എന്താ പറയുക ഒരു ഡൗട്ട് ചോദിക്കുവാണെങ്കിൽ, അതായത് ഇവർ പ്രാക്ടിക്കലി വരുന്ന ഡൗട്ട്സ് ചോദിക്കുവാണെങ്കിൽ അവിടുന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കും. അതേപോലെ തന്നെ പ്രാക്ടിക്കലി നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ഇവർക്ക് ആ ഒരു സ്റ്റാർട്ടിങ്ങിനുള്ള ഫിയർ ഈ സ്റ്റുഡൻസിന് വരുന്നില്ല. പിന്നെന്താണെന്ന് വെച്ചാൽ നമ്മുടെ 6 month കോഴ്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാത്രമല്ല, നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്ലസ് ഡിസൈനിങ് ആൻഡ് ഓൾസോ വീഡിയോ എഡിറ്റിംഗ്, ഇത് മൂന്നും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് ഒരുപാട് പേര് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ചൂസ് ചെയ്യുന്നവരുണ്ട്, ഒരുപാട് പേര്. ഇപ്പോൾ സ്കോപ്പ് ഉണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ എല്ലാവരും ഡിജിറ്റൽ മാർക്കറ്റിംഗിലോട്ടാണ് പറയുന്ന പോലെ ഇപ്പൊ പണ്ടത്തെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ബിടെക്കിന് പോലെയാണ് ഇപ്പൊ ഒരു ഡിജിറ്റൽ മാർക്കറ്റർ എന്ന് പറയുന്നത്. അതെ, ഒരു കല്ലെടുത്ത് പറഞ്ഞാൽ അവിടെ കാണും കുറച്ച് ഡിജിറ്റൽ മാർക്കറ്റേഴ്സ്. അതേപോലെ ഇഷ്ടംപോലെ ഏജൻസീസ് മീൻസ് അക്കാദമീസ് ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ഒരുപാടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ അതുപോലെ കോമ്പറ്റീഷൻ ഉണ്ട്. ഈ സ്റ്റുഡൻസ് പഠിച്ചിറങ്ങുമ്പോൾ ഇപ്പം നമ്മുടെ എന്താ പറയുക ഒരു ബാച്ചിൽ നിന്ന് ഇപ്പോൾ ഒരു 60 സ്റ്റുഡൻസ് പഠിച്ചിറങ്ങുവാണെങ്കിൽ 60 പേരും പരസ്പരം കോമ്പീറ്റ് ചെയ്യാൻ നിൽക്കുന്നവരാണ്. സോ ഇവരെ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ എക്സ്ട്രാ സ്കില്ലോട് കൂടിയാണ് പഠിച്ചിറങ്ങുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്ലസ് ഡിസൈനിങ് പ്ലസ് വീഡിയോ എഡിറ്റിംഗ്, ഇത് മൂന്നും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ആദ്യം നിന്ന് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ സപ്പോസ് ഒരു 3 സ്റ്റുഡൻസ് ഇന്റർവ്യൂവിന് പോയി നിൽക്കുവാണ്, ഒരു കുട്ടി 2 സ്റ്റുഡൻസ് വേറെ അക്കാദമിയിൽ നിന്നുള്ള ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് കഴിഞ്ഞിട്ട് നിൽക്കുവാണ്. ആദ്യയിലെ കുട്ടി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡിസൈനിങ് വീഡിയോ എഡിറ്റിംഗ് മൂന്നും കൂടി പഠിച്ച കുട്ടിയാണ്. നോർമലി ആരെയായിരിക്കും അവർ ഹയർ ചെയ്യുക? 3 സ്കില്ലും കൂടി കമ്പൈൻ ചെയ്ത്. കാരണം അവർക്ക് ഒരു കമ്പനി ബേസിസ് നോക്കുമ്പോൾ സാലറി ലാഭമാണ്. 3 പേർ കൊടുക്കേണ്ട സാലറി ഒരാൾക്ക് കൊടുത്താൽ മതി. അത് മാത്രമല്ല ആൾ മൾട്ടി ടാസ്കറും കൂടെയാണ്. സോ നോർമലി എന്തായിരിക്കും പ്രിഫറൻസ് എപ്പോഴും നമ്മുടെ ആദ്യത്തെ സ്റ്റുഡൻസിനായിരിക്കും, കാരണം അവർ എക്സ്ട്രാ സ്കില്ലോട് കൂടിയാണ് ഇറങ്ങുന്നത്. ഓക്കെ, അപ്പോൾ മെയിൻലി ഇപ്പോൾ മാം പറഞ്ഞ പോലെ തന്നെ ഒരു ഡിജിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജോബ്, അല്ലെങ്കിൽ ആ ഒരു കോഴ്സേ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ആദിയിലെ ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിനെ തമ്മിൽ വെച്ച് നോക്കുമ്പോൾ ഒരു എന്താണ് യുണീക്നെസ് പറയത്തില്ലേ നമ്മുടെ സ്റ്റുഡൻസ് തമ്മിലും? അവരുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്റ്റുഡൻസിനെ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്റ്റുഡൻസിനെ തമ്മിൽ വെച്ച് നോക്കുമ്പോൾ ആദിയിലെ സ്റ്റുഡൻസ് തമ്മിലുള്ളൊരു യുണീക്നെസ് എന്തായിരിക്കും? ഞാൻ മുന്നേ പറഞ്ഞ പോലെ ആദ്യയുടെ USP എന്ന് പറയുന്നത് ഇൻറ്റഗ്രേറ്റഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിത്ത് ഡിസൈനിങ്. കാരണം നമ്മൾ ആ കോഴ്സ് വിത്ത് ഡിസൈനിങ് എന്ന് പറഞ്ഞാലും അതിൻ്റെ കൂടെ നമ്മൾ വീഡിയോ എഡിറ്റിംഗ് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 6 month കോഴ്സിൽ നമ്മൾ മെയിനായിട്ട് 3 month ഡിജിറ്റൽ മാർക്കറ്റിങ്ങും, ഈ 3 month ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താ പറയുക ഒരു തീരെ ചെറിയ സിലബസ് അല്ലെങ്കിൽ ഒരുപാട് വലിയ സിലബസ് അങ്ങനെയല്ല. ഇത് ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സ് ആയിട്ടുള്ള ഒരു പ്രിപ്പയർ ചെയ്ത സിലബസ് ആണ്. അതായത് ഒരു കുട്ടി വർക്കിന് കയറി കഴിയുമ്പോൾ ആൾക്ക് ആവശ്യം വരുന്ന കാര്യങ്ങൾ, ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രം ഡീപ്പ് നോളജിൽ അവർക്ക് കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരുപാട് വലിച്ചു വാരി ഞങ്ങളുടെ വലിയ സിലബസ് ആണെന്ന് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യുന്ന പോലെ അങ്ങനെയില്ല. നമുക്ക് ചെറിയ സിലബസ് ഉള്ളൂ, ഒരു 3 month തീർക്കുന്നുള്ളൂ. പക്ഷെ അത് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ കൂടെ വീഡിയോ എഡിറ്റിംഗ് ഉണ്ട്, ഡിസൈനിങ് ഉണ്ട്. സോ നമ്മൾ 6 month 3 month ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ബാക്കി 3 month ഡിസൈനിങ് വീഡിയോ എഡിറ്റിംഗ് കൂടെ വരുന്നുണ്ട്. അതാണ് നമ്മുടെ USP എന്ന് പറയുന്നത് തന്നെ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ വേണ്ടി ഇനി പോകുന്ന സ്റ്റുഡൻസിനോടും അല്ലാതെ ഇതൊരു കരിയറാക്കി ചൂസ് ചെയ്യാൻ പോകുന്ന ആൾക്കാരോട് എന്താണ് മാമിന് പറയാനുള്ളത്? ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പല രീതിയിൽ പഠിക്കാം. ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് മാത്രമല്ല, ഇപ്പോൾ യൂട്യൂബിലാണെങ്കിലും ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടാണെങ്കിലും അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. പക്ഷേ ഒന്നിലും ഒരു കറക്റ്റ് ഓർഡറോ കറക്റ്റ് ഫോർമാറ്റോ കാണണമെന്നില്ല. ഇപ്പം ഞാൻ ഈ യൂട്യൂബിൻ്റെയും ഗൂഗിളിൻ്റെ കാര്യം പറഞ്ഞാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കണം, ഓക്കെ. അതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻസ് വരുന്നത് എവിടെ നിന്ന് പഠിക്കണം, എങ്ങനെയുള്ളവർ പഠിപ്പിക്കണം, ആ ഒരു സംഭവത്തിനാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. അതായത് ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചാലും നിങ്ങളെ പഠിപ്പിക്കുന്നവർ ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സ് ആണോ, അവർക്ക് ആ ഒരു ഒരു 3-4 വർഷത്തെ അല്ലെങ്കിൽ 2-3 വർഷത്തെ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടോ. അതേപോലെ തന്നെ വെറുതെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാത്രം ഇന്നത്തെ കാലത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാത്രം എന്നുള്ളൊരു സ്കില്ല് കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല.
മീൻസ് സ്കോപ്പ് ഉണ്ടെങ്കിലും കോമ്പറ്റീഷൻ ഉള്ളതുകൊണ്ട് തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റണമെന്നില്ല. സോ എക്സ്ട്രാ സ്കിൽസ് അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ സപ്പോസ് നമ്മൾ അതിൽ പ്രൊവൈഡ് ചെയ്യുന്ന പോലെ തന്നെ ഡിസൈനിങ്ങോ വീഡിയോ എഡിറ്റിങ്ങോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്കിൽസ് തന്നെ ഉണ്ട്. അത് വെച്ച് എന്താ നിങ്ങൾ എപ്പോഴും അപ്ഗ്രേഡഡ് ആയിട്ട് ഇരിക്കണം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരുപാട് സ്റ്റുഡൻസ് ഫ്രീലാൻസിങ്ങിന് വേണ്ടിയിട്ട് നോക്കുന്ന കുട്ടികളുണ്ട്. അവരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പഠിച്ചിറങ്ങി നേരെ ഫ്രീലാൻസ് വർക്കിന് പോവരുത്. അത് എന്താ പറയുക, ഒരു പേഴ്സണൽ സജഷനായിട്ട് നിങ്ങൾക്ക് കൂട്ടാം. കാരണം ഫ്രീലാൻസ് വർക്ക് ഒരിക്കലും കോൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സാധനമല്ല. ഇതിങ്ങനെ ചില മാസങ്ങളിൽ നമുക്ക് ഒരുപാട് പൈസ ഇൻകം ആയിട്ട് വന്നേക്കാം, ചില മാസങ്ങളിൽ ഇൻകം ഇല്ലാണ്ടിരുന്നേക്കാം. അപ്പോൾ എപ്പോഴും ഫ്രീലാൻസ് വർക്ക് എന്ന് പറയുമ്പോൾ ഒരു എക്സ്ട്രാ ഇൻകം ആയിട്ട് വെക്കുക. സ്റ്റാർട്ടിങ്ങിലെ ഫ്രീലാൻസ് വർക്ക് എന്ന് പറഞ്ഞ് പോകരുത്. എപ്പോഴും ഒരു കമ്പനിയിൽ, അതായത് നമുക്കൊരു പെർമനന്റ് സാലറി എന്നുള്ള രീതിയിൽ വരുന്ന രീതിയിൽ വർക്കിന് കയറുക. അതിൻ്റെ കൂടെ തന്നെ ഫ്രീലാൻസ് വർക്ക് കൊണ്ടുപോവുക. എപ്പോഴും അപ്ഗ്രേഡഡ് ആയിട്ട് കൊണ്ടിരിക്കുക. ഈ ഒരു കോഴ്സ് ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 3 മാസം പഠിച്ചു കഴിഞ്ഞു എന്ന് കരുതി എല്ലാം ആയി എന്നല്ല. ഈ ഫീൽഡിൽ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ട് കൊണ്ടിരിക്കണം. പുതിയ ഓപ്ഷൻസ്, പുതിയ അപ്ഡേഷൻസ്, അൽഗോരിതം ചേഞ്ചസ് എല്ലാം വന്നുകൊണ്ടിരിക്കുന്ന ഡിജിറ്റൽ ഫീൽഡാണ്. സോ പുതിയ പുതിയ ടെക്നോളജീസ് വരും. എല്ലാമായിട്ട് ഡെയിലി എന്താ പറയുക, ശരിക്കും ലിറ്ററലി ഡെയിലി നമ്മൾ അപ്ഡേറ്റ് ആകണം. ഇപ്പം ഇൻസ്റ്റഗ്രാമിൽ ഇന്ന് കാണുന്ന ഓപ്ഷൻ എല്ലാം നാളെ കാണുന്നത്, ഇന്ന് കണ്ട സ്ഥലത്തായിരിക്കില്ല ആ ഓപ്ഷൻ നാളെ പ്ലേസ്ഡ് ആയിരിക്കുന്നത്. സോ ഡെയിലി അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. അതാണ് മെയിനായിട്ട് നമുക്ക് വേണ്ടത്. Audi Group of Institutions, the most trusted quality training provider.